ശിരൂരിലേക്കുള്ള ഡ്രഡ്ജർ ഗംഗാവലി പുഴയിലൂടെ തെരച്ചിൽ നടത്തേണ്ട സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിക്കുകയാണ്. പുഴയിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി തെരച്ചിൽ നാളെ പുനരാരംഭിക്കും. വിവരങ്ങളുമായി ഇപ്പോൾ അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് ഈ ദൗത്യ സ്ഥലത്ത് നിന്ന്. അരുൺ, ഇപ്പോൾ ഈ ഡ്രഡ്ജർ എവിടെ എത്തിയിട്ടുണ്ട്? ഈ അപകടമുണ്ടായ തിരച്ചിൽ നടക്കേണ്ട ആ മേഖലയിലേക്ക് അടുത്തിട്ടുണ്ടോ ഡ്രഡ്ജർ? അരുൺ, ഉന്മേഷ രാത്രിയോടെ മാത്രം ഡ്രഡ്ജർ ഷിരൂരിൽ എത്തിച്ചേരുക, അതായത് മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിൽ എത്തിച്ചേരുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ അഴിമുഖം കടന്ന് നേരത്തെ ഗംഗാവലി പുഴയിൽ രാവിലെ പ്രവേശിച്ചു. അതിനുശേഷം 2 പാലങ്ങളാണ് മറികടക്കേണ്ടത് ഉണ്ടായിരുന്നത്. അതിൽ ഇപ്പോൾ ഗംഗാവലിയിലെ പുതിയ പാലം ഇപ്പോൾ മറികടന്നിട്ടുണ്ട്. അതിൽ വേലിയിറക്ക സമയം ക്രമീകരിച്ച് വേലിയിറക്ക സമയത്താണ് നിലവിൽ ഇപ്പോൾ ആ പാലം കടന്നത്. അതിനുശേഷം ഇപ്പോൾ ഡ്രഡ്ജർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇപ്പോൾ ഒരു പാലം കൂടിയുണ്ട്, റെയിൽവേ പാലമാണ്. ആ പാലം കൂടി കടന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കൽ കൂടി ഡ്രഡ്ജർ ഹോൾഡ് ചെയ്യും. പിന്നീട് വേലിയേറ്റ സമയത്ത് അതിനുശേഷം ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ജലനിരപ്പ് തീരെ കുറഞ്ഞ മേഖലയിലെ കൂടി ഇടത്തോടു കൂടി ഇത് കൊണ്ടുപോകേണ്ടതുണ്ട്. അത്തരം സ്ഥലങ്ങളിലൂടെ കൂടി ഈ വേലിയേറ്റ സമയത്ത് മാത്രമേ ഈ ഡ്രഡ്ജർ കൊണ്ടുപോകൂ എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ രാത്രിയോടെ മാത്രമേ ഷിരൂരിൽ ഇത് എത്തിച്ചേരൂ എന്നതാണ് നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരം. എന്തായാലും നിലവിൽ ഇപ്പോൾ വളരെ പതിയാണ് ഈ ഡ്രഡ്ജർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ പ്രതികൂലമായിട്ടുള്ള എന്തെങ്കിലും കാലാവസ്ഥ പ്രശ്നങ്ങൾ നിലവിലില്ല. അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത് വീണ്ടും ഹോൾഡ് ചെയ്യും എന്നതാണ് ഈ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ മഴ മാറി നിൽക്കുന്നുണ്ട്. ഈ പുഴയിൽ മറ്റ് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒന്നുമില്ല. നേരത്തെ തന്നെ ഈ ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്തി ഇതിന്റെ സഞ്ചാര പാത ഉൾപ്പെടെ നിശ്ചയിച്ചിരുന്നു. ഈ പാതയിലൂടെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനിടയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ടായിരുന്ന തടസ്സം എന്നുള്ളത് ഈ 2 പാലങ്ങളാണ്. ആ 2 പാലങ്ങളും വേലിയിറക്ക സമയം, ഇപ്പോൾ നിലവിൽ വേലിയിറക്ക സമയമാണ്. രാവിലെ വേലിയേറ്റ സമയമായിരുന്നു. ഇപ്പോൾ വേലിയിറക്ക സമയത്ത് 2 പാലങ്ങളും ഡ്രഡ്ജർ മുന്നോട്ട് പോകുന്നു. ഇനിയിപ്പോൾ അതിനുശേഷം ഒരിക്കൽ കൂടി ഡ്രഡ്ജർ ഹോൾഡ് ചെയ്യും. ആ ജലനിരപ്പ് കുറഞ്ഞ ഇടത്തോടുകൂടി വേലിയേറ്റ സമയത്തായിരിക്കും കൊണ്ടുപോവുക. അങ്ങനെയാണെങ്കിൽ രാത്രിയോടെ ഡ്രഡ്ജർ ഷിരൂരിൽ എത്തി നാളെയാണ് തെരച്ചിൽ പുനരാരംഭിക്കുന്നത്. നാളെ രാവിലെ തന്നെ തെരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് നമുക്ക് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഇപ്പോൾ ഈ നാവികസേന സംഘമടക്കം അവിടെ ഉണ്ടോ? നാളത്തെ ദൗത്യത്തിൽ അവരും പങ്കെടുക്കുന്നുണ്ടോ? നാളത്തെ ഒരു പ്ലാൻ എങ്ങനെയായിരിക്കും? ഉന്മേഷ്, ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലായിരിക്കും രാവിലെ ഉണ്ടാവുക. നാവികസേന എന്തായാലും നിലവിൽ ഈ ദൗത്യ സംഘത്തിന്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ നാവികസേന എന്തെങ്കിലും തെരച്ചിൽ ഇറങ്ങേണ്ട സാഹചര്യമില്ല. ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്ന നടപടിയായിരിക്കും ആദ്യത്തിൽ ഉണ്ടാവുക. അതിനായി ഈ ഡ്രഡ്ജർ നേരത്തെ തന്നെ നാവികസേന മാർക്ക് ചെയ്ത ഇടങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഡ്രോൺ റഡാർ പരിശോധനകൾ കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, ചില സ്പോട്ടുകളുണ്ട്. ആ സ്പോട്ടുകൾ കൃത്യമായി ആ സ്പോട്ടുകളിലുള്ള മണ്ണുകളായിരിക്കും ആദ്യം നീക്കം ചെയ്യുക. അതിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നാവികസേന ഒടുവിലായി മാർക്ക് ചെയ്ത നേരത്തെ തന്നെ ഈ ലോറി ഉണ്ടെന്ന് കരുതുന്ന സ്ഥലത്ത് നിന്ന് ഈ ലോറിയുടെ തടി കെട്ടിയിട്ടുള്ള കയറും അതോടൊപ്പം തന്നെ ലോറിയുടെ ചില പാർട്സുകളും കണ്ടെത്തിയിട്ടുള്ള ഭാഗമുണ്ട്. 30 മീറ്റർ ചുറ്റളവാണ്. അവിടെ വലിയ രീതിയിൽ ഇതിന്റെ അടിത്തട്ടിൽ മണ്ണും കല്ലുകളും പതിച്ചിട്ടുണ്ട്. അവ നീക്കം ചെയ്യുകയായിരിക്കും ആദ്യം ഉണ്ടാവുക. അത് ഡ്രഡ്ജർ എത്തിച്ചതിന് ശേഷം ആദ്യം നീക്കം ചെയ്യുക ആ ഭാഗത്തെ മണ്ണും കല്ലുകളും ആയിരിക്കും. അതിനുശേഷമായിരിക്കും മറ്റ് സ്പോട്ടുകളിലെ ഈ മണ്ണ് നീക്കം ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുക എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം മാത്രം, അതായത് ഇത് പുഴയുടെ അടിത്തട്ട് പൂർണ്ണമായും ക്ലിയർ ആയതിനു ശേഷം മാത്രമേ ഈ ദൗത്യ സംഘം, അതായത് നാവികസേനയും അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പയുടെ സംഘവും പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധനയിലേക്ക് കടക്കൂ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജില്ലാ ഭരണകൂടവും അത്തരത്തിലുള്ള വിവരങ്ങളാണ് എന്തായാലും നൽകുന്നത്. ശരി അരുൺ, ഏതായാലും അവിടേക്ക് ഡ്രഡ്ജർ എത്തിക്കൊണ്ടിരിക്കുന്നു. നാളെ ഈ തിരച്ചിൽ ദൗത്യം പുനരാരംഭിക്കും. അരുൺ പൂപ്പറമ്പയാണ് ശിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.